ഇടുക്കി പുല്ലൂപ്പാറയ്ക്ക് സമീപമായിരുന്നു പുലർച്ചെ KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടമുണ്ടായത്. നേരത്തെ നമ്മൾ ആ വാർത്ത പരിശോധിച്ചിരുന്നു. ഇപ്പോൾ ഒരു സങ്കടകരമായ വാർത്തയാണ് അവിടെ നിന്ന് വരുന്നത്. 3 പേർ ആ അപകടത്തിൽ മരിച്ചു എന്ന വാർത്ത വരുന്നു. മാവേലിക്കര സ്വദേശികളാണ് മരിച്ചത്. മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘമാണ്. അവർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 34 പേർ ആ ബസ്സിലുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനമൊക്കെ ഏറെക്കുറെ പൂർത്തിയായി എന്നൊക്കെയാണ് അറിയുന്നത്. 3 പേർ മരിച്ചതായുള്ള പുതിയ വിവരങ്ങളാണ് വരുന്നത്. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, 3 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നുണ്ട്. ആരൊക്കെയാണിവർ? എവിടെ നിന്നുള്ളവരാണ്? എന്താണ് വിശദാംശങ്ങൾ? ദിവ്യ, ഏറെ സങ്കടകരമായൊരു വാർത്തയാണ്. 3 പേർ ഈ അപകടത്തിൽ മരിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്നത്. മരിച്ചത് മാവേലിക്കര സ്വദേശികളാണ്. 2 പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് മരിച്ചത് എന്നുള്ള വിവരം മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മറ്റേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്നതേ ഉള്ളൂ. രാവിലെ ഏതാണ്ട് 6 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. മാവേലിക്കരയിലേക്ക് വിനോദയാത്ര പോയ സംഘം സന്ദർശിച്ച ബസ്സാണ് അപകടത്തിൽ പെട്ടത്. പുല്ലുപാറയ്ക്ക് സമീപം വെച്ച് KSRTC നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. ഏതാണ്ട് 30 അടി താഴ്ചയിൽ ബസ് മരങ്ങളിൽ തട്ടി നിന്നതിനാൽ ആണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇതിന് തൊട്ട് അപ്പുറവും ഇപ്പുറവും അഗാധമായ കൊക്കയാണ്. മരങ്ങളില്ലാത്തൊരു പ്രദേശം കൂടിയാണ്. അത് അവിടെ വലിയ താഴ്ചയിലേക്ക് ബസ് പതിക്കേണ്ടതായിരുന്നു. ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ ബസ്സിൽ നിന്ന് ആളുകൾ രക്ഷപ്പെട്ടവർ റോഡിലേക്ക് എത്തുകയും മറ്റാളുകൾ വിവരമറിയിക്കുകയുമായിരുന്നു. തുടർന്ന് ഈ റോഡിലൂടെ എത്തിയ മറ്റു വാഹനങ്ങൾ ഉണ്ടായിരുന്നവർ, പ്രത്യേകിച്ച് ശബരിമല തീർത്ഥാടകർ നിരവധി വന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നീട് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഈ നാട്ടുകാരുടെ സഹകരണത്തോടെ ഈ വാഹനത്തിലുണ്ടായിരുന്നവരെല്ലാം കരക്കെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പരിക്ക് പറ്റിയവരെ മുണ്ടക്കയത്തെയും പീരുമേട്ടെയും ആശുപത്രികളിലേക്കാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 3 പേരുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാവുന്നുണ്ട്. എന്തായാലും 34 പേർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് പോയ സംഘമാണ്. അവർ തഞ്ചാവൂര്, മധുര ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങൾ കണ്ട് അതിന് മടങ്ങി തിരിച്ചു വരുന്നതിനിടയിലാണ് ഇന്ന് പുലർച്ചെ സിജോ, രക്ഷാപ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാവരെയും പുറത്തെത്തിച്ചിട്ടുണ്ടോ? എല്ലാവരെയും പുറത്തെത്തിച്ചു എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്നത്. ഇവരെല്ലാം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുണ്ടക്കയത്തെ ആശുപത്രിയിലാണ് ഈ കൂടുതൽ ആളുകളും പീരുമേട്, മുണ്ടക്കയം ആശുപത്രികളിൽ ആളുകളുണ്ട്. ഗുരുതര പരിക്കേറ്റവർ 3 പേരുടെ പരിക്ക് ഗുരുതരമാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നടപടികളും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം അവിടുന്ന് ആളുകൾ പൂർണ്ണമായും കരക്കെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ബസ് താഴ്ചയിലേക്ക് കുത്തനെയുള്ള കൊടും വളവുകളും കുത്തനെയുള്ള കയറ്റിറക്കങ്ങളും ഉള്ള ഒരു പ്രദേശമാണ്. മുതൽ ഭാഗം ഈ ഒരു ഭാഗമൊക്കെയാണ്. ഈ ഭാഗത്തുകൂടി മുമ്പ് നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു പാതയാണ്. ഈ അശക്തമായ വാഹനം ഓടിക്കുക അല്ലെങ്കിൽ വഴി അത്ര പരിചയമില്ലാത്ത ആളുകൾ ഇതുവഴി അപകടത്തിൽപ്പെടാറുണ്ട്. ഒപ്പം തന്നെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയോ ബ്രേക്ക് നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ സമാനമായ അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഒരു വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഈ വാഹനത്തിൽ ഉണ്ടായെന്ന് പറയുന്ന ഒരു കാര്യം. എന്തായാലും ഈ ആളുകളെ കരക്കെത്തിച്ച് അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദാരുണമായിട്ടുള്ള ഒരു വാർത്ത, 3 പേർ ഇതിൽ മരിച്ചു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഏറ്റവും സിജോ, കൊക്കയിൽ വലിയ താഴ്ചയിലേക്ക് തന്നെയാണോ ബസ് മറിഞ്ഞത്? ഈ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് വലിയ താഴ്ചയുള്ള ഒരു പ്രദേശമാണ്. പെരുവന്താനം മുതൽ പീരുമേട്, പെരുവന്താനം, അതുപോലെ തന്നെ മുണ്ടക്കയം, ഈ മുണ്ടക്കയം മുതൽ പീരുമേട് വരെയുള്ള ഭാഗം റോഡിന്റെ ഒരു വശം അഗാധമായ കൊക്കയും ആണ്. ആ ഭാഗത്തെല്ലാം തന്നെ അപകട സാധ്യതയുണ്ട്. ഈ ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ടതോടെ സമീപത്ത് ബാരിക്കേഡ്, ക്രാഷ് ബാരിയർ ഉണ്ടായിരുന്നു. അതിനകത്ത് ഇടിക്കുകയും അവിടുന്ന് പിന്നീട് താഴേക്ക് പതിക്കുകയുമായിരുന്നു. ബസ് മരത്തിൽ തങ്ങി നിൽക്കുകയായിരുന്നു. മരങ്ങളുള്ള പ്രദേശത്താണ് ബസ് അപകടത്തിൽപ്പെട്ടത്. മരത്തിൽ തങ്ങി നിന്ന് ഏതാണ്ട് 30 അടി താഴ്ചയിൽ മരത്തിൽ തങ്ങി നിന്നുകൊണ്ട് കൂടുതൽ താഴ്ചയിലേക്ക് പതിച്ചില്ല. അതുകൊണ്ട് തന്നെ അപകടത്തിന്റെ ഒരു ആഘാതം കുറയുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. ആ ഒരു കാര്യം തന്നെയാണ് ഇതിനകത്ത് പറയാനുള്ളതും. പക്ഷേ ഈ വാഹനത്തിനുള്ളിൽ അകപ്പെട്ടു പോയ ആളുകൾ ഈ ബസ് തലകീഴായി മറിയുകയും ചെയ്തു.